പ്രിയപ്പെട്ടവരെ, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നടന്നു വന്ന വള്ളസദ്യ ഉണ്ടല്ലോ, അത് ആചാരപരമായി മാത്രമേ നടക്കത്തുള്ളൂ. ആ ആറന്മുള വള്ളസദ്യ ഇന്നും നാളെയും ഒരു പക്ഷേ ഉണ്ടാവില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അതേസമയം പെയ്ഡ് വള്ളസദ്യയുണ്ട്, അത് അവിടെ പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിലാണ്, അതവിടെ നടക്കുന്നുണ്ട്. ആറന്മുളയിൽ വേറൊരു ക്ഷേത്രമുണ്ട്, ചുവട്ടുകുളം ശ്രീ മഹാദേവ ക്ഷേത്രം. ഈ മഹാദേവ ക്ഷേത്രം വെള്ളത്തിൽ പൂർണ്ണമായും മുങ്ങി. പുലർച്ചെയാണ് ഒഴുകിയെത്തിയ വെള്ളം ക്ഷേത്രത്തിന് സമീപത്തുള്ള വീടുകളിലേക്ക് കയറിയത്. അടുത്തുള്ള വീടുകളിലേക്കുമൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. റഹീസ് റഷീദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ആറന്മുള പരിസരത്ത് അല്പസമയം ആറന്മുള ഭാഗത്ത് മഴയില്ലെങ്കിലും അല്ലെങ്കിൽ ഇവിടേക്ക് വെള്ളം വരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ മഴ കുറഞ്ഞെങ്കിലും വെള്ളം ഇറങ്ങാത്ത സ്ഥിതിയുണ്ട്. ഇത് ചവിട്ടുകുളത്തെ ശ്രീ മഹാദേവ ക്ഷേത്രമാണ്, ഒരു ശിവക്ഷേത്രമാണ്. ആ ശിവക്ഷേത്രം വെള്ളത്തിന് അടിയിൽ ഇന്നലെ ആയതാണ്. ഇങ്ങോട്ടേക്ക് മൊത്തം വെള്ളമാണ്. അങ്ങോട്ടേക്ക് ആർക്കും പോകാൻ പറ്റാത്ത സ്ഥലത്തിൽ വെള്ളത്തിനടിയിലേക്ക് ഈ ശിവക്ഷേത്രം ആയിരിക്കുന്നു. രാവിലെ പ്രാർത്ഥനകൾക്കും മറ്റും ആളുകൾ വരുന്നതാണെന്ന് തോന്നുന്നല്ലേ? രാവിലെ ആളുകൾ പ്രാർത്ഥിക്കാൻ വരുന്നത് ആണ്. ക്ഷേത്രത്തിൻ്റെ ആളാണ്. എപ്പോൾ ഇത് മുങ്ങിയേ? ഇതൊരു രാവിലെ ഇന്നലെ ഒരു സന്ധ്യ ആയപ്പോഴത്തേക്ക് ആണ്. ഇവിടെ ഇതെന്താ സ്റ്റെപ്പാ? ഇത് കൈവരിക സ്റ്റെപ്പല്ല, കൈവരി. അപ്പോൾ ഇറങ്ങിപ്പോകുന്ന വഴി ഏതായിരുന്നു? ഇറങ്ങിപ്പോകുന്ന വഴി ഇതാ. ഇന്നലെ അങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് വന്നു. അവിടെ ഒന്നും വെള്ളമില്ലായിരുന്നു. ഇപ്പോൾ രാത്രി കയറിയതാ. അത് രാത്രി കയറിയ ഇത് സാധാരണഗതിയിൽ ഇങ്ങനെ തന്നെയാണോ? ഇങ്ങനെ തന്നെ ആണ്. ഇത് ഇത്രേ ഉള്ളല്ലോ. മറ്റേ നേരത്തെ മൊത്തം മുങ്ങിയതായിരുന്നു കാഞ്ഞ വെള്ളപ്പൊക്കത്തിൽ. രാമായണ മാസാചരണമായിട്ട് കാലം ചടങ്ങായിരുന്നു, അത് നടത്താൻ പറ്റിയില്ല. കുടയൊക്കെ അതെന്താ കുടക്ക് അടിയിൽ? അത് ദേവിയുടെ രൂപ അവിടെ ദേവി സങ്കല്പമായിരുന്നു. അതൊക്കെ മുങ്ങി. അത് മൊത്തം മുങ്ങി. ഇതാണ് ഈ ആറന്മുള ഭാഗത്തെ പൊതുവായ ഒരു ചിത്രം. മരങ്ങൾ, തൂണുകൾ, ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങൾ, വീടുകൾ ഒക്കെ വെള്ളത്തിനടിയിലാണ്. മഴ കുറഞ്ഞിട്ടും വെള്ളം ഇറങ്ങുന്നില്ല എന്നതാണ് ഇവരുടെ ഒരു പ്രതിസന്ധി. ഇത് എപ്പോഴത്തേക്ക് ഇറങ്ങുമെന്ന് പറയാൻ പറ്റില്ല. ഇതിനപ്പുറത്തൊക്കെ വയലാണ്. രാവിലെ വെള്ളം കുറവായിരുന്നു, അതാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നതനുസരിച്ച് വെള്ളം രാവിലെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ വെള്ളം കൂടിക്കൂടി വരുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് എപ്പോഴത്തേക്ക് വെള്ളം ഇറങ്ങും എന്നും അറിയാത്ത അവസ്ഥയുണ്ട്. ഇതിനപ്പുറത്തൊക്കെ കുറേയധികം വീടുകളുണ്ട്. ആ വീടുകളിൽ പലതും വെള്ളം കയറി വീടിനകത്തോ മുറ്റത്തോ ഒക്കെ വെള്ളം കയറിയ ഒരു സ്ഥിതിവിശേഷത്തിലുമാണുള്ളത്. മഴ പെയ്യാതിരിക്കണേ എന്ന പ്രാർത്ഥനയിലും ആഗ്രഹത്തിലുമാണ് ഇവിടെയുള്ള ആളുകൾ. മഴ പെയ്താൽ ഇപ്പോൾ കാണുന്ന ഈ അവസ്ഥ കൂടുതൽ ദുരിതപൂർണ്ണമാകും. അതെന്താകുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പലയിടങ്ങളിലും വെള്ളക്കെട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് ഒരു ദിവസത്തിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ അല്പസമയം കഴിയുമ്പോൾ വെയിലൊക്കെ തെളിയും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ഇല്ലിക്കൽ കവലയിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്.